കണ്ണൂരിൽ കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ലവ് യു ടു ദി മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകങ്ങൾ ഉദ്ധരിച്ചാണ് അമ്മ ചെയ്ത ക്രൂരതയുടെ ആഴം കോടതി ഉത്തരവിൽ പരാമർശിച്ചത്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം. മധുസൂദനൻ നായരുടെ കവിതാശകലം ഉദ്ധരിച്ചാണ് മനസാക്ഷി നടുക്കിയ കൊലപാതകത്തിൽ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് KN പ്രശാന്ത് വിധി പറഞ്ഞത്. വധശിക്ഷയെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന പ്രോസിക്യൂഷൻ വാദങ്ങളോട് കോടതി എതിർപ്പറിയിച്ചെങ്കിലും സംരക്ഷണം നൽകേണ്ട അമ്മ തന്നെ കുഞ്ഞിനെ കൊന്നത് ക്രൂരകൃത്യമെന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. 22-ാം വയസ്സിലാണ് ശരണ്യ കൃത്യം നടത്തിയത്. അതിനു മുൻപോ ശേഷമോ ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ചെന്നൈയിൽ ജോലി ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ശരണ്യയുടെ സാമൂഹ്യ സാമ്പത്തിക പിന്നാക്കാവസ്ഥയും പരിഗണിക്കേണ്ടതുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം പറഞ്ഞു. Today I will collect the judgment. I request the judge to give me a copy, and today right now I will get the copy. Once I get the copy of the judgment, I will file appeal both against conviction and sentence. We are not admitting the conviction. According to us, the accused is absolutely innocent. It's a falsely foisted case. She is absolutely innocent, and we will file appeal against the conviction as well as sentence. വിധി പകർപ്പ് പരിശോധിച്ച് തുടർ നടപടികൾ ആലോചിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. അത് ഈ വിധിന്യായം പരിശോധിച്ചിട്ട് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ്. ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്നാണ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. കോടതി വിധി ഏതായാലും അംഗീകരിക്കും. 2020 ഫെബ്രുവരി 17-നായിരുന്നു 1.5 വയസ്സുകാരൻ വിയാനെ പുലർച്ചെ ശരണ്യ കടലിലെറിഞ്ഞത്. തിരികെ നടക്കവേ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ശരണ്യ വീണ്ടും കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു. തുടക്കത്തിൽ കുറ്റം സമ്മതിക്കാതിരുന്ന ശരണ്യയുടെ വസ്ത്രത്തിലെ ഉപ്പിന്റെ അംശമാണ് ഒടുവിൽ കുറ്റകൃത്യത്തിന്റെ ചുരുളഴിച്ചത്. കാമുകനൊപ്പം ജീവിക്കാനാണ് ശരണ്യ 1.5 വയസ്സുകാരൻ വിയാനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ സുഹൃത്തിനെ കോടതി വെറുതെ വിട്ടിരുന്നു. പിഴത്തുകയായ 1 ലക്ഷം രൂപ കുട്ടിയുടെ പിതാവ് പ്രണവിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ന്യൂസ് മലയാളം, കണ്ണൂർ.